بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മുഖവുര കഴിഞ്ഞു. ആദ്യത്തെ അധ്യായം അൽ ബാബുൽ അവ്വലു അന്നൂറുൽ മുഹമ്മദിയ്യ. നൂറ് മുഹമ്മദിനെ കുറിച്ചാണ് ഒന്നാമത്തെ അധ്യായം. അൽ ഫസ്ലുൽ അവ്വൽ, അതിൽ ഒന്നാമത്തെ ഫസ്ല് അത്തഅരീഫ് ബിൻ നൂറിൽ മുഹമ്മദിയ്യി അലാ സ്വാഹിബിഹി മിനല്ലാഹി തആല അസ്സലാത്തു വസ്സലാം. മുത്തു മുഹമ്മദ് നബി തങ്ങളിലേക്ക് ചേർത്തുകൊണ്ടുള്ള മുഹമ്മദിയ പ്രഭ. ആ മുഹമ്മദിയ പ്രഭയെക്കുറിച്ചും വെട്ടത്തെക്കുറിച്ചും ഒരു പരിചയപ്പെടുത്തൽ നിർവചിക്കലുമാണ് ഒന്നാമത്തെ ബാബിലെ ഒന്നാം ഫസ്ൽ. വഖദ് സബഖ ഫിൽ മുഖദ്ദിമത്തി മുസമ്മയാത്തുൻ നൂരി വഹിയ സബ്അത്തുൻ ബിമാ ഫീഹാ. മുഖവുരയിൽ കഴിഞ്ഞുപോയി നൂറിന്റെ മുസമ്മ. നൂറ് എന്ന പേരുകൊണ്ട് സിദ്ധിക്കാൻ പറ്റുന്ന മുസമ്മകൾ അത് 7 ആണ്. ആ 7 കാര്യത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പറഞ്ഞുകൊണ്ട് 7 ഭാഗിച്ചു കഴിഞ്ഞു. അന്നബിയു സയ്യിദുനാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ നേതാവായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ. വദാലിക ബിഇതിബാരി ശഖ്സിയതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ കുല്ലിയത്തി ഷാമിലത്തി ലിറൂഹിൽ മുഖദ്ദസ് വജസദിഹി ശരീഫ്. പുണ്യമായിരിക്കുന്ന ശരീരത്തിനെയും പരിശുദ്ധമായിരിക്കുന്ന ആത്മാവിനെയും ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള കുല്ലിയായ ഒരു രീതിയിൽ മുത്തുനബി തങ്ങളുടെ വ്യക്തിത്വത്തെ പരിഗണിച്ചുകൊണ്ട് ആണ് നമുക്ക് നബിയെ കുറിച്ച് പരിചയപ്പെടാനുള്ളത്. അപ്പോ അമ്മന്നൂറുൽ മുഹമ്മദിയു, മുഹമ്മദിയ വട്ടം, ഫഇത്ലാഖുഹു ആഖറു, അതിന് വേറൊരു പറച്ചിലുണ്ട്. വമുസമ്മാഹു അഖസ്സു മിനൽ അവ്വലി, ആദ്യം പറഞ്ഞതിനേക്കാളും പ്രത്യേകമായൊരു മുസമ്മയും അതിന് വേറൊരു പേര് കൂടി പറയാറുണ്ട്. അത് വേറെ നിലയിലാണ് മുഹമ്മദിയ നൂർ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതുപോലെയല്ല. വയുറാദിഫുഹു, ആ പറയുന്ന മുസമ്മയോടും അതുപോലെ തന്നെ ആ പറയുന്ന നൂറ് മുഹമ്മദിനോട് യോജിച്ചു വരും. അൽ ഖലമു വൽ അഖ്ലു വദ്ദുറത്തു വൽ ജൗഹറത്തു വൽ ഹഖീഖത്തുൽ, അത് വേറെ ഇങ്ങനൊക്കെ വരും. വൽ ഹഖീഖത്തുൽ മുഹമ്മദിയ വദാത്തുൽ മുഹമ്മദിയ വറൂഹുൽ അഅലമു വറൂഹുൽ ഖുദ്സിയു വസ്സിറാജുൽ മുനീറു വൽ മലക്കുൽ കറൂബിയു എന്നിങ്ങനെയുള്ളതായ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനോട് യോജിച്ചു വരാം. മുത്തുനബി തങ്ങളുടെ പ്രഭയെക്കുറിച്ച് കലമ് അത് യോജിക്കുന്നുണ്ട്, അഖ്ല് യോജിക്കുന്നുണ്ട്, ദുർറത്ത് ഇങ്ങനൊക്കെ യോജിക്കുന്നുണ്ട്. ചർച്ച ചെയ്തു നോക്കാം. വൽ മലക്കുൽ കറൂബി എന്ന് പറഞ്ഞ അയൽ മുഖറബുന, മുഖറബായ മലക്കുകൾ. വൽ മലക്കുൽ മുസമ്മ ബിർ റൂഹ്, റൂഹ് എന്ന് പേര് പറയപ്പെടുന്ന മലക്ക്. വൽ ഹഖ് അൽ മഖ്ലൂഖ് ബിഹി, അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കും. അൽ ഹഖ് അബിർ റൂഹി വൽ ഹഖി അൽ മഖ്ലൂഖ് ബിഹി, മഖ്ലൂഖ് ബിഹി ആയിരിക്കുന്ന ഹഖ് റൂഹ് എന്നതുകൊണ്ട് പേര് പറയപ്പെടാൻ പറ്റുന്ന മലക്ക്. വ അംറുല്ലാ, അല്ലാഹു തആലയുടെ അംറ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഈ നൂറ് മുഹമ്മദി എന്നതിനോട് യോജിച്ചു വരുന്നുണ്ട്. അപ്പോ ആദിഹി ഇബാറാത്തും മുതഅദ്ദിദത്തുൻ, ഇവിടെ നമ്മൾ പറഞ്ഞ അഖ്ല് അതുപോലെ കലമു ദുർറത്ത് പോലെയുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഒരുപാട് ഇബാറത്തിട്ടുകൊണ്ട് എണ്ണമുടേതായ ഇബാറത്തുകളാണ്, പല നിലക്കും പരിഗണിച്ചുകൊണ്ടാണ്. യുറാദു ബിഹ, ഈ പറയുന്ന ഈറ്റിബാറുകളെ കൊണ്ടും ഇബാറത്തുകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് റൂഹുൽ അഖ്ദസ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം, ആരംഭ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ആത്മാവ് തന്നെയാണ് ഈ എണ്ണമുടേതായിരിക്കുന്ന ഇബാറത്തുകളെ വിവിധ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് പറയുന്നതല്ല, ഒക്കെ നബിയെ കുറിച്ച് തന്നെയാണ്. വയദുല്ലു അലൈഹി നുസൂസു താലിയത്തു മിൻ അഖ്വാലി അഇമ്മത്തി ദീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ദീനിലെ പ്രമുഖ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളുടെ മൊഴിയിൽ നിന്ന് അതിനോടടുത്തുകൊണ്ടിരിക്കുന്ന നസ്സുകളൊക്കെ ഈ പറയുന്നതിന് മേൽ വ്യക്തമാക്കി തരുന്നുമുണ്ട്. പറയട്ടെ, വഖദ് ഖാല ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ്, മഹാനവറുകൾ പറയുകയുണ്ടായി. കമാ സബഖ, മുമ്പ് പറഞ്ഞതുപോലെ അത് ആവർത്തിക്കുകയാണെന്നുകൂടി. ഇൻകാനമാ യുബ്സിറു നഫ്സ വ ഗൈറ ഔല ബിസ്മിൻ നൂർ,
സ്വന്തം നഫ്സിനെ കാണാനും മറ്റുള്ളതിനെ കാണാനും, സ്വശരീരത്തെ കാണുവാനും മറ്റുള്ളതിനെ കാണുവാനും കഴിവുണ്ടെങ്കിൽ ആ ഒന്നിന് നൂറ് എന്ന പേരുകൊണ്ട് ഏറ്റവും ബന്ധമായതാണ്. വൈകാലമിൻ ജുംലത്തിമായി യുബിസുർ ബിഹി ഗൈറ അയ്ളൻ മഅന്നഹു യുബിസുർ നഫ്സ വഗൈറ. സ്വന്തം ശരീരത്തെയും മറ്റു പലതിനെയും കാണാൻ പറ്റുന്നതോടൊപ്പം തന്നെ ആ പ്രഭ കൊണ്ട് മറ്റതിനെ കാണാൻ കഴിയും. മറ്റത് നഫ്സിനെയും അതിന്റെ കൂടെ മറ്റൊന്നിനെയും കാണലായിരുന്നു. ഇനി അതേ പ്രഭ കൊണ്ട് മറ്റതിനെ കാണുക, ഇങ്ങനെയും കാണുന്നത് ഈ ജുംലയിൽപ്പെട്ടതാണ് എങ്കിൽ വഹുവ ഔലാ ബിസ്മിൻ നൂരി മിനല്ലദീ ലാ യുഅസ്സിറു ബിഗൈരി അസ്ലൻ, ഒരിക്കലും മറ്റുള്ളതിൽ ഫലം ചെയ്യാത്ത വിധത്തിലുള്ളതായിരിക്കുന്ന പ്രഭയുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും നല്ലത് പ്രഭ എന്ന് പറയാൻ പറ്റുക ഇങ്ങനെയുള്ളത് കൊണ്ടാണ്. സ്വയം കാണാൻ പറ്റുന്നു, മറ്റൊന്നിനെ കാണാൻ പറ്റുന്നു, അതോടൊപ്പം അതേ പ്രഭ കൊണ്ട് വേറെ കാണുക, അതുകൊണ്ട് മറ്റത് കൂടെ ഇങ്ങനെ മാറ്റേണ്ടതേ ഉള്ളൂ. ബൽ എന്ന് മാത്രമല്ല ബിൽ ഹരി, ബന്ധമായത് അയ്യുസമ്മ സിറാജം മുനീറ, കത്തി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വിളക്ക് എന്ന് പേര് പറയപ്പെടലാണ് ബന്ധമായത്. എന്തുകൊണ്ടാണ് സിറാജം മുനീറ എന്ന് പറയുന്ന നബിക്ക്? ലി ഫൈലാനി അൻവാരിഹി, ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കിന്റെ പ്രഭകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അലാ വൈരി, മറ്റൊന്നിന്റെ മേലുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് സിറാജം മുനീറ, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്ക് എന്ന് പറയാം. വാദിൽ ഖാസിയത്തു, ഈ ഒരു പ്രത്യേകത തൂജതു, അത് എത്തിക്കപ്പെടും ലി റൂഹിൽ ഖുദ്സിയ്യിൻ നബവിയ്യ, നബിയായി വന്നിട്ടുള്ള നുബുവത്ത് പട്ടം കിട്ടിയ പരിശുദ്ധ ആത്മാവിന് മാത്രമേ ഈ പറയുന്ന മറ്റൊന്നിന്റെ മേലിൽ ഈ പ്രഭകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സിറാജം മുനീറ എന്ന് പറയുക ഈ നൽകാവുക മാത്രമാണ്. കാരണം ഇത് തഫീദു ബിവാസിതതിഹി, മുത്തുനബി തങ്ങളുടെ മാധ്യമം കൊണ്ട് അൻവാഉൽ മആരിഫി അൽ ഖലായിഖി, സൃഷ്ടികളുടെ മേലിൽ അറിവിന്റെ എല്ലാ ഇനങ്ങളും അത് ഒഴുകി വരികയാണ്. അത് നബി തങ്ങൾ മുഖാന്തരമാണ്. അപ്പൊ നബി ഉണ്ടായതുകൊണ്ട് നബി തങ്ങളുടെ ഘട്ടം കാരണമായിട്ട് സൃഷ്ടികളാണ് നമ്മുടെ പേരിൽ എന്തൊക്കെ അറിയാൻ പറ്റുമോ അതിന്റെ എല്ലാ ഇനങ്ങളും നബിയുടെ പ്രഭ കൊണ്ട് കാണാൻ കഴിയുന്ന ഒന്നാണ്. കാല ഐദൻ, വീണ്ടും ഇമാം അബു ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറയുന്നു, അസ്സിറാജു, സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കല്ലേ, റൂഹുൻ നബവിയുൽ ഖുദ്സിയ്യു, സിറാജ് എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധാത്മാവായ പുണ്യ നബിയുടെ പ്രഭയാണത്. കാല ഐദൻ, വീണ്ടും അതാ ഹുജ്ജത്തുൽ ഇസ്ലാം തങ്ങൾ പറയുന്നു, കാല റൂഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജം മുനീറ, മുത്തുനബി തങ്ങളുടെ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കാണ്. അതാണ് സിറാജം മുനീറ എന്ന് മൗലിദ് കിതാബിലൊക്കെ പറയുന്നത് ഇല്ലേ. നമ്മൾ ചെല്ലുന്നുണ്ട്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പഴയ പാട്ടാണ്. അവിടെ നൂർ മുഹമ്മദ് സല്ലല്ലാഹ് എന്ന് പറയുന്നില്ല, അതിന്റെ പേരൊക്കെ. ഖാലൽ കറമിയുൽ മുഖദ്ദിസിയു, മഹാൻ പറയുന്നു എന്ത്? ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്ക്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്നുള്ള പറഞ്ഞിട്ടില്ലേ, ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നതായ അല്ലാഹ്. അപ്പൊ അത് ഖുർആൻ മുഖദ്ദസ് പറയുകയുണ്ടായി. ഖാൽ ഖുർതുബി റഹിമഹുല്ലാഹു തആല, ഖുർതുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്ത് പറഞ്ഞിട്ട് കർമിയിൽ മുഖദ്ദസ് ഉദ്ധരിക്കുകയാണ്. ഖുർതുബി തങ്ങൾ പറഞ്ഞു, ഈ ആയത്തില് സിത്തത്തു അഖ്വാൽ, 6 വചനങ്ങളുണ്ട്, 6 വാക്കുകൾ അതിലുണ്ട് എന്നാണ്. അപ്പൊ നോക്കാം. ഇമ്മ അന്നഹു മഅനാ മുനവ്വിർ, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്ന് പറഞ്ഞാൽ ആ നൂറിന്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്ന ആള് എന്നർത്ഥമുണ്ട്. അല്ലെങ്കിൽ അതിന് നൂറുடைய ആള് എന്നർത്ഥം വെക്കാനുണ്ട്. അവ ഹാദിൻ, അല്ലെങ്കിൽ ചേർക്കുന്ന ആള്. അവ മുസയ്യിൻ, അല്ലെങ്കിൽ അഴക് കൂട്ടുന്ന ആള്. അവ ലാഹിർ, അല്ലെങ്കിൽ പ്രകടമാകുന്നത്. അല്ലെങ്കിൽ അവ അന്നഹു തആല നൂറ്, അല്ലെങ്കിൽ അല്ലാഹു തആല നൂറാണ്. ലാക്കൽ അൻവാരി, സാധാ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകാശം പോലെ അല്ലാത്തൊരു പ്രകാശമാണ് അല്ലാഹ് എന്നും പറയാം. ഇതാര് പറഞ്ഞതാ? ഖാറു ഷെയ്ഖു അബുൽ ഹസനി, ഷെയ്ഖ് അബുൽ ഹസൻ തങ്ങൾ പറഞ്ഞതാണ്. ഈ ഷെയ്ഖ് അബുൽ ഹസൻ ആരാണ്? അൽ അശ്അരി, അശ്അരി മദ്ഹബുകാരനായ ആളാണ്. ഖാല, മഹാൻ പറയുന്നു, കാലത്തിൽ മുഅ്തസിലത്തു, മുഅ്തസിലിയാക്കൾ പറഞ്ഞു, ലാ യുഖാലു ഇന്നഹു നൂറുൻ, അല്ലാഹ് നൂറാണ്, ഇല്ലാ ബിൽ ഇളാബത്തി, അത് ചേർത്തുകൊണ്ടല്ലാതെ പറയൂല. അല്ലാഹു തആല നൂറാണെന്ന് പറയണമെങ്കിൽ അത് ചേർത്തിക്കൊണ്ടേ പറയാൻ പറ്റുകയുള്ളൂ.
അപ്പൊ അള്ളാഹു സമാവാത്തി ചേർത്തിക്കൊണ്ട് പറഞ്ഞു, ഇലാപത്ത് കൊണ്ട്. എന്നാ വസ്സഹീഹു മുഅ്തസിലത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ സ്വഹിയായ അഭിപ്രായം പറഞ്ഞാൽ ഇന്ധന സുന്നത്യമാത്തിന്റെ അടുക്കൽ അന്നഹു അല്ലാഹു തആല നൂറ് തന്നെയാണ്, ലാക്കൽ അൻവാരി മറ്റുള്ള നൂറുകളെ പോലെയല്ല എന്ന് നമുക്ക് പറയാം. നമുക്ക് ഇലാപത്തൊന്നും വേണ്ട അവിടെ. ഖാൽ ഖുർത്തുബിയു ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, ഖൗൽ അശ്അരി അശ്അരിയുടെ ഖൗല് ഇന്നഹു നൂറുൻ ലൈസ കൽ അൻവാരി ലാ യസിഖു. അവിടെ എന്താ ഖുർത്തുബി ഇമാമ് അശ്അരിയുടെ ഖൗല് ധരിച്ചു പറയാം. എന്താ അശ്അരിയുടെ ഖൗല്? നിശ്ചയമായിട്ടും അല്ലാഹ് നൂറാണ്, ലൈസക്കൽ അൻവാരി മറ്റു പ്രഭകളെ പോലെയല്ലാത്ത പ്രഭയാണല്ല എന്നുള്ളത് ലാ യസിഹു ഐ യുരീദ ശരിയാവൂല. ഐ യുരീദ മഹാനവറുകൾ ഉദ്ദേശിക്കല് അന്നഹു ജിസ്മുൻ നൂറാനിയുൻ, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജിസ്മാണ് അല്ലാഹ്. ലൈസക്കൽ അൻസാമിൻ നൂറാനിയത്തി, പ്രകാശിച്ചുകൊണ്ട് പ്രഭയുള്ളതായിരിക്കുന്ന തടികൾ പോലെയുള്ളത് അല്ലാത്ത നൂറാനിയായ ജിസ്മാണ് എന്ന് ഉദ്ദേശിക്കൽ ശരിയാവുകയില്ല. എന്തുകൊണ്ട്? ഈ മഅരിഫത്തിന നമ്മൾ അറിഞ്ഞതിന് വേണ്ടി ബി മദ്ഹബിഹി അശ്അരി മദ്ഹബ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അശ്അരി ഇമാം അത് ഉദ്ദേശിച്ച് പറയൂല. അപ്പൊ തൻസീഹില്ലാഹി തആല അല്ലാഹു തആലാന്റെ പരിശുദ്ധപ്പെടുത്തലും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കറിയാം. പിന്നെ മുപ്പരി വാക്ക് പറയുമ്പോ അങ്ങനെ ഉദ്ദേശിക്കൂല. ബൽ പിന്നെയോ ബിഇതിബാരി അന്നഹു മിൻ നൂരിഹി, അതിപ്പോ എന്താ അർത്ഥം വെക്കവിടെ? നബിതങ്ങൾ മിൻ നൂരിഹി അല്ലാഹു തആലാന്റെ പ്രഭയിൽ നിന്ന് ഒരു പ്രഭയാണ്. തസ്തമിദ്ദു ജമിഅൽ അൻവാർ, എല്ലാ പ്രഭകളും അതിൽ നിന്നാണ് സഹായകമായി വന്നുകൊണ്ടിരിക്കുന്നത്. കമാ സുമ്മിയ അൽ ഇൽമു, ഇൽമിന് പേര് പറയപ്പെട്ടില്ല നൂറനെന്ന്. വൽ ഖുർആൻ, ഖുർആന് പേര് പറയപ്പെട്ടിട്ടുണ്ട് നൂറനെന്ന്. അതെന്തുകൊണ്ടാണ്? അള്ളാന്റെ പ്രഭയിൽ നിന്നുണ്ടായ പ്രഭയാണ് അത്. ലിസ്തിതാറത്തിൽ ഖുലൂബി ബിഹി, അതുകൊണ്ടെന്തായി ഹൃദയങ്ങൾ ഇസ്തിനാറത്ത് ഖുലൂബിഹി, ഇൽമു കൊണ്ടായാലും ഖുർആൻ കൊണ്ടായാലും ഹൃദയം എങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൽമിന് നൂറും ഖുർആൻ നൂറും എന്നൊക്കെ പേര് വന്നത്. ഒയ്സമ്മൻ നബിയോ, ഇനി നബിക്ക് പേര് പറയപ്പെടാം നൂറൻ, പ്രഭ എന്ന് പറയാം. എന്തുകൊണ്ട്? അന്നഹു നിശ്ചയമായിട്ടും പ്രവാചകൻ മുനീറും ബി ദാത്തി, സ്വന്തം ദാത്തിൽ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. വയസ്തനീർ ബിഹി വയറുഹു, മറ്റു സൃഷ്ടികളൊക്കെ ആ പ്രഭ കൊണ്ട് പ്രകാശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നബിക്ക് നൂറെന്ന് പറയാം. സ്വയം ഉപകാരമുണ്ട്, മറ്റുള്ളവർക്കും ഉപകാരമുണ്ട്. വൽ മുനീറു ബി ദാത്തിഹി, ദാത്തിലായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ബിനൂരിഹി ദാത്തി, അത് ദാത്തിയായ പ്രഭ തന്നെയാണ്. വൽ മുനീറു വൈറ, മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബിനൂരിഹിൽ ഫീലി, അത് ഫീലിയായിരിക്കുന്ന പ്രഭ കൊണ്ടാണ് പ്രകാശിക്കുന്നത്. ഹുവ അല്ലാഹു വഹദ, അതാരാണ് പ്രഭ? അള്ളയാണ്. അപ്പൊ അള്ളാഹ് എന്ന് പറയുന്ന വഹദാനായ അള്ളാഹ്, ആ അള്ളാന്റെ നൂറ് കൊണ്ടാണ് മറ്റുള്ളതിനൊക്കെ ഇത് പ്രകാശിപ്പിക്കുക എന്ന്. ഖാല ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാൻ പറയുന്നു, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു റൂഹി, അല്ലാഹു തആല സൃഷ്ടിച്ചതിൽ ആദ്യത്തെ സൃഷ്ടി എന്റെ ആത്മാവാണ്. അവ്വലു മാ ഖലഖല്ലാഹു റൂഹി, അല്ലാഹു സൃഷ്ടിച്ചതിൽ ആദ്യത്തേത് എന്റെ പ്രഭയാണ്. അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലമു, അല്ലാഹു സൃഷ്ടിച്ചതിൽ ആദ്യത്തേത് പേനയാണ് എന്നൊക്കെ കാണാൻ ഹദീസ്. വൽ മുറാദു മിൻഹും, അപ്പോ ഈ പറഞ്ഞ ഇവര് പറയുമ്പോ അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഷൈഉ വാഹിദ്, ഒരൊറ്റ വസ്തു തന്നെയാണ്. അത് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, മുഹമ്മദ് നബിയിലേക്ക് ചേർക്കപ്പെട്ട ഹഖീഖത്താണത്. ലാക്കിനെങ്കിലും സുമ്മിയ നൂറൻ, അതിനും എന്ത് പേര് പറയപ്പെടാം? നൂർ എന്ന് പറയപ്പെടാം. എന്തുകൊണ്ട്? കൗനി സാഫിയും അനു ഉൽമാനിയത്തിൽ ജലാലിയ, ഉൽമാനിയത്തുൽ ജലാലി എന്ന ഇരുളുകളാണ്. അത്തരം ഇരുളുകളെ തൊട്ടുമൊക്കെ തെളിഞ്ഞ ആളായ അല്ല. അതുകൊണ്ട് തന്നെ നബി അങ്ങനെ തെളിഞ്ഞ ആളാണ്. നബിന്റെ അടുത്തൊരു ദുൽമുല്ലല്ലോ, ഒരു ഇരുട്ടുമല്ല. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞില്ല നബിനെ കുറിച്ച്,
ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. അള്ളാന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്നു പ്രഭയും വ്യക്തമായ കിതാബും. നൂറ് തന്നെ അവിടെ ആരാ നബിയാണത്? അത് തെളിവുപരമായിട്ട് പറഞ്ഞു. ഇനി വാക്കൻ ബുദ്ധിപരമായിട്ട് ലിക്കൗനി മുദ്രിക്കൽ കുല്ലിയ, അത് എല്ലാ കുല്ലിയാത്തിനും എത്തിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ് എന്ന കാരണം കൊണ്ടുപാട് നബിക്ക് രൂപത് പേര്. ഇപ്പൊ കല്ലമ വളരെ കുറവാണ്. ലിക്കൗനിഹി സബബ് നഖൽ ഇൽമി, ഇൽമിനെ നഖൽ ചെയ്യാൻ അത് കാരണമാവുക എന്നുള്ളതിന് വളരെ കുറവാണ്. കമാ അന്നൽ കലമ, ഏതുപോലെ കലമ് സബബ് നഖൽ ഇൽമി, ഇൽമിനെ ഉദ്ധരിക്കാനുള്ളതാണെന്ന്. ഈ ആലമിൽ ഹുറുഫാത്തി ഹറഫുകൾ, ഹുറുഫാത്തി ഹറഫുടെ ലോകത്തിൽ ഇൽമിനെ ഉദ്ധരിക്കണം. ആ ഉദ്ധരിക്കാനുള്ള കാരണമാണ് കലമ് എന്നതുപോലെയാണ് ഇൽമിനെ ഉദ്ധരിക്കുവാൻ കാരണമാണ് എന്ത്? ബുദ്ധി എന്ന് പറയാം. ഖാല ഖാലിദ് മുഹമ്മദ് വ മുഹമ്മദ് ഗസ്സാൻ, ഇവർ രണ്ടുപേരും പറയുന്നു ഈ തഹ്ഖീഖിഹിമ അലൈഹി, അവർ രണ്ടുപേരും തഹ്ഖീഖാക്കിയതിൽ അലൈഹി അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, അത് മുഹമ്മദിയ ഹഖീഖത്താണ്. ഈ മുഹമ്മദിയ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ദാത്ത് തന്നെയാണ്. അപ്പൊ കാല ആയത് വീണ്ടും ഇവർ രണ്ടുപേരും പറഞ്ഞു അറൂഹുൽ ആലം, റൂഹുൽ ആലം എന്ന് പറഞ്ഞ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, അതും മുഹമ്മദ് നബിയുടെ ഹഖീഖത്താണ്. ഖാലൽ ഇമാമു ഇസ്മായിലു ഹഖി റഹിമഹുല്ലാഹ്, മുഹമ്മദ് അൽ ഇമാം ഇസ്മായിൽ പിന്നെ റഹിമഹുല്ലാഹ് പറയുന്നു, ഖൗലുഹു അലൈഹിസ്സലാം, നബി തങ്ങൾ പറഞ്ഞ വാക്ക്, അവലുമാ ഖലഖല്ലാഹു, അല്ലാഹു തആല സൃഷ്ടിച്ചതിൽ ആദ്യത്തേത് അൽ അഖ്ലു, ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഐ അവ്വലു വഖ്തത ബിഹി മിനൽ അദ്മി ഇലൽ വുജൂദി അൽ അഖ്ലു അല്ലദീ ഹുവ നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആദ്യമായി തുറന്നു വന്നത് ഇല്ലായ്മ ഉള്ളതിലേക്കാണ് ആദ്യം തുറന്നത്. അങ്ങനെ ഇല്ലായ്മ വുജൂദിലേക്ക് വന്ന ആദ്യത്തെ തുറവിൽ ആദ്യത്തേത് ബുദ്ധിയാണ്. എങ്ങനത്തെ ബുദ്ധി? അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭ. ഇനി കാലായുധൻ വീണ്ടും ഈ പറയുന്ന ഇസ്മായിൽ എന്നൊരു പറയാ, ഫലമ്മാ കാന ഹുവ ദർറത സ്വദുബിൽ മൗജൂദാത്തി, ഇവിടെ എത്തിക്കപ്പെടുന്നതായ മൗജൂദാത്തിന്റെ ചിപ്പി, ആ ചിപ്പിയിലുള്ള മുത്താണ് എന്നത് വന്നപ്പോൾ അബ്ബറ അൻ റൂഹിഹി ബിദർറത്തി ജൗഹറ, അപ്പൊ നബിതങ്ങളുടെ റൂഹിനെ കുറിച്ച് ദർറത്ത്, ജൗഹറത്ത്, രത്നം ആണ് എന്നൊക്കെ എന്താവാ പ്രസിബാർത്തിട്ടു. തുമ്മക്കാല, പിന്നെ നബിതങ്ങൾ പറഞ്ഞു, ലമ്മ അറാദല്ലാഹു അൻ യഖ്ലുഖൽ ആലമ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ അല്ലാഹു ഉദ്ദേശിച്ചപ്പോ ഖലഖ ദർറത്ത്, ഒരു ദർറത്തിനെ സൃഷ്ടിച്ചു, ഒരു അണുവിനെ സൃഷ്ടിച്ചു. അബീരിവായത്തിൻ ഒരു റിപ്പോർട്ടിൽ കാണാം ജൗഹറത്തൻ, ഒരു രത്നത്തെ എന്ന് പറയുന്നുണ്ട്. സുമ്മനവറയിലേഹ, പിന്നീട് അതിലേക്ക് അല്ലാഹു തആല നോക്കി. ബിനദർ ഹൈബത്തി, പേടിപ്പെടുന്ന രീതിയിലുള്ള നോട്ടം നോക്കി. അപ്പൊ സാറത്തുമായി അതെന്തായി? വെള്ളമായിട്ട് മാറി. അല്ല ജീസ്, അങ്ങനെ വെള്ളമായി അത് മാറി. ഇങ്ങനെയാണ് ഇന്നത്തെ ചർച്ച. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.